ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് രാവിലെയോ രാത്രിയോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. സാധാരണ രീതിയിൽ നമ്മൾ നെയ്പ്പത്തൽ ഉണ്ടാക്കുക പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അത് അരച്ചിട്ടാണ് അല്ലേ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പുട്ടുപൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1.25 കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 250 ml കപ്പിന്. അപ്പോൾ ഞാനും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ളൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് 1.25 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. നല്ല വെട്ടി തിളക്കണ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൽ അത്യാവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 1.25 കപ്പ് പൊടിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കൊന്നും ചെയ്യണ്ട, നമ്മൾ ഇളക്കൊന്നും ചെയ്യാതെ തന്നെ അടച്ച് വെക്കണം ഒരു 5 മിനിറ്റോളം. ഇങ്ങനെ 5 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് തന്നെയാണ്. നിറച്ചിട്ടൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നല്ല കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെക്കുക, കാരണം തന്നെ നല്ല ചൂടുണ്ട് ഇപ്പോഴും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പൂൺ മാറ്റി വെക്കാം. എന്നിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് കുഴക്കുമ്പോഴുള്ളൂ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് പാകം അറിയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം ചേർക്കണമെന്നില്ല, ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ കണക്കെന്ന് വെച്ചാൽ നമ്മൾ പൊടി എടുക്കണ അനുസരിച്ചായിരിക്കും. ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാവണം കേട്ടോ. അല്ലാതെ അത്ര തന്നെ ഒരു ടൈറ്റിൽ കുഴക്കരുതേ. നല്ല ലൂസായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാൽ വെള്ളം അധികമാവാനും പാടില്ല. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ട് കിട്ടണം കണ്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ പച്ചരി അരച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ ഒരു തരിതരിപ്പോട് കൂടെയാണ് അരച്ചെടുക്കൽ, ഫൈനായിട്ട് അരച്ചെടുക്കലില്ല. അപ്പോൾ പുട്ടുപൊടി ആകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുട്ടുപൊടി കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചരിക്ക് പകരം പുട്ടുപൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പച്ചരിയൊക്കെ അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അധികമാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. തേങ്ങ ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല കുഴച്ചെടുക്കണം കേട്ടോ. ഈ തേങ്ങ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഇതിൽ നമ്മൾ ചേർത്തിക്കുന്നത് വലിയ ജീരകമാണ്. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പക്ഷേ വലിയ ജീരകം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടിയത്. ഇനി ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ കുഴച്ച് തേങ്ങയ്ക്ക് എല്ലാ ഭാഗവും എത്തുന്നവരെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ മാവ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കി വെക്കുക. നമ്മൾക്കിത് പരത്തും ചെയ്യാം, നമുക്കിതിങ്ങനെ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കും ചെയ്യാമല്ലോ പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം എണ്ണ ചൂടാക്കി വെക്കുക. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലാണ് കേട്ടോ, ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എണ്ണ തടവി കൊടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. കൈയിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് പരത്തി കൊടുക്കുക. നല്ല തിന്നായി പരത്തേണ്ട ആവശ്യമില്ല. സൈഡൊക്കെ ഒന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി വാഴയില കിട്ടാല്ലെങ്കിൽ നിങ്ങൾക്ക് കവറായാലും മതി കേട്ടോ. പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അതിൽ ഓയിലൊക്കെ ഒന്ന് തേച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്താ പറയുക, പരത്തിയിട്ട് കയ്യിലേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതാ ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് തന്നെ ഇത് പൊങ്ങി വരും. നമ്മൾ പൊങ്ങിയതിന് ശേഷം പെട്ടെന്ന് മറിച്ചിടരുത്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ആയി കിട്ടും. എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ തിന്നായിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുത്തത്. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നായി വരുമ്പോഴത്തേനും നമ്മൾ ഇപ്പുറത്ത് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. എന്നാലേ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. ഇത് ഓയിലൊന്നും കുടിക്കൂല. നമ്മൾ എന്താ പറയുക, വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു നെയ്പ്പത്തിൽ പറയുന്നത് ചില ഭാഗത്തൊക്കെ നല്ല പ്രധാനപ്പെട്ടൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നൊരു പലഹാരമാണ്. നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കലുണ്ട് കേട്ടോ. അരി അരച്ചിട്ട് തയ്യാറാക്കിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നത്. എന്നാൽ അരി അരച്ചിട്ട് തയ്യാറാക്കി അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നെയ്പ്പത്തിൽ പൊങ്ങി വരണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴച്ചതോ അല്ലെങ്കിൽ നമ്മളിതിൽ കൂട്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവോ അതിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. നമ്മൾ കറക്റ്റായിട്ട് എല്ലാം അതും ചെയ്ത് കുണിച്ച് മാത്രമേ ഇതുപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ പച്ചരി വെച്ചിട്ട് ഇനി ആരും ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടണ്ട. പെട്ടെന്ന് തന്നെ പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് നെയ്പ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ, പുട്ടുപൊടി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നെയ്പ്പത്തിൽ റെഡിയായി കിട്ടും. നമ്മളിത് ഓയിലിൽ കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കരുത്. ചെറുതായിട്ട് കളർ മാറുമ്പോഴത്തേന് നമ്മൾ കോരിയെടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ ക്രിസ്പി ആയി പോവും. ഞാനിപ്പോൾ ചെറിയൊരു കളർ മാറിയപ്പോഴത്തേന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്പ്പത്തൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയുടെ അതുപോലെ തന്നെ ബീഫ് കറിയുടെയൊക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നെയ്പ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ പരത്തലും ചുടലും ഒപ്പം ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.